കൊടുത്തതാണ്.
ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണല്ലോ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഡേ 4ന്റെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടല്ലേ വന്നേ? പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നോക്കിക്കേ, അതായത് നമുക്ക് കൂടുതലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ വേദിക് മാത്സിലെ ഈ പറയുന്ന റിമൈൻഡർ തിയറം അല്ല, അല്ലാതെ നമുക്ക് ബാക്കി കുറെ ഇടയ്ക്ക് വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ, കൂടുതലും നമുക്കത് റെയിൽവേക്കൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. SSCക്ക് അധികം നമുക്ക് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നേരത്തെ നമുക്കിത് ചോദിക്കുമായിരുന്നു, പിന്നെ അങ്ങനെ നമുക്കിത് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇതിനു വേണ്ടി നിങ്ങൾ സമയം കളയണ്ട. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അധികം ഇതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്നാലും മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരുപാട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ടൈം കളയണ്ട. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നോക്കിക്കേ, a⁻n+b⁻n എന്ന് പറയുന്നത് ഈസ് ഡിവിസിബിൾ ബൈ a+b വെൻ n ഈസ് ഓൺ. ഓക്കെ, അതായത് a⁻n+b⁻n എന്ന് പറയുന്നത് a+b കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? n എന്ന് പറയുന്നത് ഓഡ് ആകുമ്പോഴാണ് നമുക്ക് a+b കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ജെന്നിഫർ മ്യൂട്ട് ആക്കി വെക്കണേ. ഓക്കെ, മ്യൂട്ട് ആക്കി വെക്കണേ. കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി നോക്കിക്കേ, അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ? a⁻n−b⁻n ഈസ് ഡിവിസിബിൾ ബൈ a+b വെൻ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൻ ആകുമ്പം എന്ത് ചെയ്യാൻ പറ്റും? a⁻n−b⁻n എന്ന് പറയുന്നത് a+b കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി a⁻n−b⁻n ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ എന്താണ്? a-b ഫോർ എവറി n. n ഏത് വാല്യൂ വന്നാലും a-b കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ കൺസെപ്റ്റ് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, റിമൈൻഡർ തിയറം ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് ആൻസർ വരുന്നത് വേഗം ഒന്ന് പറഞ്ഞേ. വേഗം പറഞ്ഞേ, ആൻസർ ചെയ്തേ. ഓക്കെ, ആൻസർ കിട്ടിയല്ലേ? എന്താ വരുന്നേ? ഓക്കെ, നമുക്ക് നോക്കാം. n എന്ന് പറയുന്നത് n അല്ല, ഇഫ് 3 ഡിവൈഡഡ് ദ ഇന്റിജർ n ദ റിമൈൻഡർ ഈസ് 2. ഓക്കെ, 3 ഡിവൈഡഡ് ദ ഇന്റിജർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്റിജർ മ്യൂട്ട് ആക്കി വെക്കുക. ആരും അൺമ്യൂട്ട് ആക്കണ്ട കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ മ്യൂട്ട് ആക്കിയിട്ട് കയറിയാൽ മതി കേട്ടോ. അൺമ്യൂട്ട് ആക്കണ്ട ആരും. സോ നോക്കിക്കേ, ഇഫ് 3 ഡിവൈഡഡ് ദ ഇന്റിജർ n. ഓക്കെ, n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 7n ഈസ് ഡിവൈഡഡ് ബൈ 3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും വരുന്നത്. അതായത് n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? n ഈസ് ഈക്വൽ ടു, അതായത് ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? എന്താ വരുന്നത്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പൊ n ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 3 അല്ലെ? 3 ആണ് എന്തെന്ന് പറയുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. സോ ഡിവൈസർ ഇൻറ്റു എന്ത് വരും? കോഷ്യന്റ് പ്ലസ് എന്താ? റിമൈൻഡർ ആണല്ലോ. നമ്മുടെ ചോദ്യം എന്താ?
വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 7n? ഓക്കെ, 7n ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 7n 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നത്? അപ്പൊ 7n നമ്മൾ 7 ആക്കി മാറ്റിയല്ലേ, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ആയാലും അപ്പം 7n ഈക്വൽ ടു 7 ഇൻറ്റു 3q പ്ലസ് 1 2 എന്ന് വരും. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 7n ഈക്വൽ ടു 21q പ്ലസ് 14 എന്ന് വരും. ഇനി ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്, ആണല്ലോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാല്ലേ, 21q ബൈ 3 പ്ലസ് 14/3 എന്ന് വരും. അങ്ങനെ ചെയ്യുമ്പം ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയപ്പോൾ ആണല്ലോ. 21/3 എന്ന് പറഞ്ഞാൽ 7, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും, 7q. സോ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 റിമൈൻഡർ വരുന്ന പോലെ ചെയ്യാം. ഇനി 14 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് 2 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ റിമൈൻഡർ എന്ത് വരുമെന്നൊന്ന് പറയാമോ ആർക്കേലും? ആർക്കേലും ഒന്ന് പറയാമോ? അല്ലെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത് റിമൈൻഡർ? ഇതിൽ നെഗറ്റീവ് റിമൈൻഡറും കൂടി വരും, -1. പറഞ്ഞ മനസ്സിലായോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 14 നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 14 ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 4, 12, അതായത് 2 റിമൈൻഡർ വരും. ഓക്കെ, 2 നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. ഇനി -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളില് 9, 12, 15. ഓക്കെ, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്ര? 14 ആണ്. 14 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആർക്കാ? 15. അതായത് +1 ആഡ് ചെയ്താൽ മതി. ഇവിടെ +2 ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന ആളാരാ? 15 അടുത്തല്ലേ തൊട്ടടുത്ത് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 15ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്താലാ 14 വരുന്നത്? -1. സോ -1 നമുക്ക് റിമൈൻഡർ ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ 12 എന്ന് പറയുമ്പോൾ ഇവിടെ 2 കൂടുതലാണ്, 14ൽ 2 കൂടുതലാണ്. എന്നാൽ 15 വരുമ്പോൾ ഒന്ന് കുറവാണ് അല്ലേ? 15ൽ ഒന്ന് കുറവാണ്. സോ -1 വേണമെങ്കിൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് റിമൈൻഡറും വരും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് പറയണേ. ഈ ചെയ്തതിൽ ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ ആണോന്ന് പറയണേ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. എന്താണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. എന്ത് വരും? 3/11 + 5/11 അല്ലേ? 3/11 + 5/11 ആണ് തന്നിട്ടുള്ളത്. ഈസ് ഡിവിസിബിൾ ബൈ, നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? a⁻n + b⁻n എന്ന് പറയുന്നത് ഈസ് ഡിവിസിബിൾ ബൈ a + b വെൻ എന്താണ്? ഇതാണ് n അല്ലേ? ഇതല്ലേ n? ഈ തന്നിരിക്കുന്നതല്ലേ n? സോ n എന്താണ്? ഈവൻ അല്ല, ഈവൻ ആണോ ഓഡ് ആണോ? ഓഡ് ആണ്. സോ ഓഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ആവണം? a + b കൊണ്ട് ഡിവൈഡ് ആവണം അല്ലേ? ആണല്ലോ. a + b എന്ന് പറഞ്ഞാൽ ഇതാണ് എയും ബിയും. സോ a⁻n ഇതല്ലേ n? സോ a⁻n + b⁻n ഈസ് ഡിവിസിബിൾ ബൈ a + b വെൻ n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ a + b ആണ്. സോ 3 + 5. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 8 എന്ന് വരും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരുടെയും ആൻസർ വേണം. കുറച്ച് പേര് ചെയ്താൽ പോരാ, എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. 7 8 പേര് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. ഇതിലിപ്പം 78 പേരുണ്ട്. കംപ്ലീറ്റ് ചെയ്തേ വേഗം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. വാട്ട് ഈസ് റിമൈൻഡർ ഒബ്റ്റെയിൻഡ് ഇഫ് 455/18 ഈസ് ഡിവൈഡഡ് ബൈ 19 ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ചെയ്തേ, ആൻസർ പറഞ്ഞു തന്നിട്ട്. ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? 3/11 + 5/11 ആണോ? ആണോ? ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കിട്ടത്തില്ല, അതുകൊണ്ടാണേ പറയുന്നത്.
സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് a raised to n plus b raised to n ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്താ പറയുന്നത് എ പ്ലസ് ബി ആണ്. ഓക്കെ, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എ പ്ലസ് ബി. എപ്പോഴാ? വെൻ എന്താ സംഭവിക്കുന്നത്? വെൻ എൻ ഈസ് ഓഡ്. ഓക്കെ, ഈ കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓഡല്ലേ, എൻ എന്ന് പറയുന്നത് എന്താ? എൻ എന്ന് പറയുന്നത് ഇവിടെ ഓഡാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എ പ്ലസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ നമുക്ക് വരുന്നത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? 3+5. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. മനസ്സിലായോ? ഈ ഒരു സെയിം കണ്ടീഷൻ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞേ? ഫസ്റ്റ് 3 ഒരു ഇക്വേഷൻ വായിച്ചില്ലേ? ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ വരുന്നേ. അതായത് ഇവിടെ തന്നിട്ടുള്ളത് വാട്ട് ഈസ് റിമൈൻഡർ ഒബ്റ്റെയിൻ 455 റേസ് ടു 18 ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 19. ഇങ്ങനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 455 റേസ് ടു 18 ഡിവൈഡഡ് ബൈ 19 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അറിയാവോ ആർക്കെങ്കിലും? എന്താ വരുന്നേ? അതായത് നമ്മുടെ ഈ ഒരു നമ്പർ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 455 എന്ന് പറയുന്നതും 19 എന്ന് പറയുന്നതും എന്താണ്? 455 എന്ന് പറയുന്നതും 19 എന്ന് പറയുന്നതും എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആണ്. എന്താണ് കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണെന്നൊന്ന് പറഞ്ഞേ. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറയാവോ കോപ്രൈം എന്താണെന്ന്? എന്താ കോപ്രൈം? അതായത് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് 1 വരാൻ പാടുള്ളൂ. കാരണം 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിന്റെയും കോമൺ ഫാക്ടർ ആണ് അല്ലെ? എല്ലാ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആണ് 1 എന്ന് പറയുന്നത്. സോ 1 അല്ലാതെ അവർക്കിടയിൽ ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് ഒന്നും വരാൻ പാടില്ല. അപ്പൊ 455 ആൻഡ് 19 എന്ന് പറയുന്നത് എന്താണ്? കോപ്രൈം ആണ്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, 9 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ആണ്. മനസ്സിലായോ പറഞ്ഞേ? 9 എന്ന് പറയുന്നത് പ്രൈം ആണ്. 9 - 1 ആണ് ഇവിടെ നമുക്ക് പവർ എന്ത് വന്നിട്ടുള്ളത്? -1 ആണ് 18 എന്ന് വന്നിട്ടുള്ളത്. സോ റിമൈൻഡർ എപ്പോഴും എങ്ങനെയായിരിക്കും? 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞേ? നോട്ട് ചെയ്ത് വെക്കണം. ഇതൊരു കേസാണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഇത് പഠിച്ചു വെക്കുക. അതായത് ഈ രണ്ട് നമ്പേഴ്സും കോപ്രൈം ആയിരിക്കണം. ഈ തന്നിരിക്കുന്ന നമ്പർ പ്രൈമും അതുപോലെ തന്നെ എന്താണ് പവർ വരുന്നത് -1 ആയിരിക്കണം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ് 460/17 ഓക്കെ റേസ് ടു 16. ഇങ്ങനെയാണ് നമുക്ക് വരുന്നതെങ്കിലോ ഇവിടെയും നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്? 1 ആയിരിക്കും. കാരണം 460 ആൻഡ് 17 ഇതൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണേ. 460 ആൻഡ് 17 എന്ന് പറയുന്നത് എന്താണ്? കോപ്രൈം. കാരണം ഇവർക്ക് തമ്മിൽ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 3ഉം 4ഉം ഓക്കെ 3ഉം 4ഉം കോപ്രൈം ആണ്. ആണോ? ആണോന്ന് പറഞ്ഞേ. 3ഉം 4ഉം കോപ്രൈം ആണോ? ആണ്. 3ഉം 4ഉം കോപ്രൈം ആണ്. കാരണം എന്താ? 3യുടെ ഫാക്ടേഴ്സ് ചോദിച്ചാൽ 1ഉം 3ആ. 4ന്റെ ഫാക്ടേഴ്സ് ചോദിച്ചാൽ 1, 2, 4. ഇവിടെ കോമൺ ആയിട്ടുള്ള രണ്ടുപേരേ ഉള്ളൂ. സോറി, ഒരാളേ ഉള്ളൂ. എന്ത്? 1 ആണ് അല്ലേ? 1 മാത്രമേ അവർക്ക് കോമൺ ആയിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്താ കോപ്രൈം ആണെന്ന് പറയാൻ പറ്റും. ഇനി 3ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ കോപ്രൈം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 3ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ? 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം. 6ന്റെ ഫാക്ടേഴ്സോ 1, 2, 3, 6. അപ്പൊ നമുക്ക് ഇവിടെ 1ഉം 3ഉം ഇവർക്ക് കോമൺ ആ. അതുകൊണ്ട് ഇവര് കോപ്രൈം ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ കോപ്രൈം ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? അവർക്ക് 1 മാത്രമേ കോമൺ ആയിട്ട് വരാൻ പാടുള്ളൂ. വേറെ ഒരു നമ്പറും കോമൺ ആയിട്ട് വരാൻ പാടില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? മനസ്സിലായോ പറഞ്ഞേ? ക്ലിയർ അല്ലേ?
അപ്പൊ ഇവിടുത്തെ കേസ് ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഈ രണ്ട് കേസിന് എക്സാമ്പിൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. കോപ്രൈം ഈ ഒരു റിലേഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മാറ്റട്ടെ? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. What is the remainder of 1 raised to 5 plus 2 raised to 5 plus 3 raised to 5 plus etc. up to 50 raised to 5 when divided by 5 ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഏതാണ് ഒന്നുകൂടി പറയുമോ ചോദിച്ചേക്കുന്നത്? ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ ആണോ? നോക്കിക്കേ, തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയില്ലേ? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 455 raised to 18 divided by 19 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ എങ്ങനെയാ ചെയ്യണ്ടേ? അതായത് ഡിവൈഡ് ചെയ്യാനാണ് തന്നിട്ടുള്ളത് ഈ നമ്പറിനെ. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 455 raised to 18ഉം 19ഉം മീൻസ് 455ഉം 19ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? അവർ കോപ്രൈം നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? അതായത് ഇവർക്കുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും വരുന്നത്. ഈ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ 455നെ നമ്മൾ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? അതായത് 455നെ ഞാൻ എന്ത് ചെയ്യാണ്? നമുക്ക് റൈസ് ടു 18 എന്ന് പറഞ്ഞാൽ 405 ഇൻറ്റു 405 ഇൻറ്റു ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? 19 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് 18 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് മൊത്തത്തിലൊരു നീട്ടി പറയുകയാണെങ്കിൽ എങ്ങനെയാ ശരിക്കും കിട്ടുന്നതെന്ന് വെച്ചാൽ റിമൈൻഡർ 18 ആണ്. പക്ഷെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? -1 എടുത്താൽ പോരെ, കാരണം തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ 18 അല്ലേ. അപ്പം തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് റിമൈൻഡർ എടുത്താൽ മതി. അതാകുമ്പോൾ 19ൽ നിന്ന് -1 ചെയ്യുന്നതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. സോ 19ന്റെ മോഡ് എടുക്കുക. മോഡ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യും? ഈ മൈനസ് അങ്ങ് പോകും. അപ്പൊ നമുക്ക് റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ എത്ര ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 1 തന്നെയായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അതായത് -1 raised to 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡ് വേണ്ട, -1 raised to 18 ഈവൻ നമ്പർ ആണ്. സോ 1 കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആണോന്ന് പറഞ്ഞേ? അതായത് 455നെ നമ്മൾ 18 തവണ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ തന്നിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ കിടക്കും 18 തവണ. അങ്ങനെ വരുമ്പം ഇതിനെ ഞാൻ ഒരെണ്ണത്തിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് കിട്ടി? -1 കിട്ടി. -1 raised to 18 എന്താണ്? 1 ആണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ, ആൻസർ പറഞ്ഞേ വേഗം. 0 കിട്ടി. 0 ആണോ വരുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇതിന്റെ ആൻസർ എങ്ങനെയാ വരുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 1 raised to 5 plus 2 raised to 5 plus 3 raised to 5 etc. up to 50 raised to 5 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് പവർ എപ്പോഴും എന്താണ്? സെയിം ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ പോരെ. കാരണം ഇതിന്റെ ബേസ് നോക്കിയാൽ 1 2 3 4 5 etc. up to 50 അല്ലേ? അപ്പൊ നമുക്ക് ഇതേ രീതി കണ്ടുപിടിക്കാം. 1 raised to 1 plus 2 raised to 1 plus 3 raised to 1 plus 4 raised to 1 plus etc. up to എന്ത് വരും? 50 raised to 1 എന്ന് വരും അല്ലേ? അപ്പൊ ഇതിനി raised to 1 ഇട്ടില്ലേലും എന്താണ് ഇതിന്റെ മീനിങ്? എന്താ? 1 plus 2 plus 3 plus 4 plus etc. up to 50 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ ഈ തന്നിട്ടുള്ളത്? അതായത് സം ഓഫ് 50 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ ആണ് n into n plus 1 by 2. ഓക്കെ, അതിൽ n എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 50 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 15 തന്നിട്ടുണ്ട്. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 50 into 50 plus 1 by 2 ആണല്ലോ.
സോൾവ് ചെയ്യുമ്പോൾ 25. സോ 25 ഇൻറ്റു 51. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1275 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഈ 1275നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറാ. സോ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 എക്സെട്ര അപ് ടു 15 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ റേസ് ടു എന്താണ്? നമുക്ക് എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എന്നുള്ള ഫോമിലാണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ എടുക്കുന്നത്? മനസ്സിലായോ? അതായത് എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ നമ്മളിവിടെ പഠിച്ച എങ്ങനെയാ? എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എ പ്ലസ് ബി അങ്ങ് എടുത്താൽ പോരെ? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര അപ് ടു 15 വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുത്തിയിരുന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ലേ? 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, 6 പ്ലസ് 4 10 അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഏത്? സം കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്ന് വരും. ഓക്കെ, ആ എൻ എന്ന് പറഞ്ഞാൽ 50 നമ്പേഴ്സ് ഉണ്ട്. സോ 50 അങ്ങോട്ട് ഇട്ട് കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? 1275 എന്ന് വന്നു. ഇനി 5 കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പർ ഏതുവാണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 5 അല്ലെങ്കിൽ 0 കൊണ്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും റിമൈൻഡർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഡൗട്ട് ഉള്ളവർക്ക് വേഗം ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 17 ഇൻറ്റു 23 ഈസ് ഡിവൈഡഡ് ബൈ 12. റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, നോട്ട് ചെയ്തോ. നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. നോട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37 ഇൻറ്റു 43 ഇൻറ്റു 51 ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നത്? നോക്കാം. ഓക്കെ, 37 ഇൻറ്റു 43 ഇൻറ്റു 51 ഈസ് ഡിവൈഡഡ് ബൈ 7 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ? നമുക്ക് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? നോക്കിക്കേ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്നാണ് നമുക്ക് ആൻസർ വേണ്ടത്. സോ 37 ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 2 കിട്ടും ആണല്ലോ. ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും റിമൈൻഡർ. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 49 ബാക്കി 2 കിട്ടും. സോ 2 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ത് വരും? 4 എന്ന് വരും. സോ 4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പറഞ്ഞാൽ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ.
ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. 25 ഈസ് ഡിവൈഡഡ് ബൈ 26 ആണ് ചോദിച്ചിട്ടുള്ളത്. പല ആൻസർ വരുന്നുണ്ട്. നോക്കിക്കേ, 25 ഈസ് ഡിവൈഡഡ് ബൈ 26 ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സോറി, അതാണ് ക്വസ്റ്റ്യൻ. റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത് ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 25 ഓക്കെ, 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 25 എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 25നെ 25 ടൈംസ് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതിനെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് എന്തായിരിക്കും വരുന്നത്? നോക്കിക്കേ, അതായത് രണ്ട് ആൻസർ വരും. നിങ്ങൾ രണ്ട് കൂട്ടര് പറഞ്ഞതും കറക്റ്റ് ആണ്. അതായത് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു 25നെ ഒന്ന് എടുത്തു നോക്കാം അല്ലേ? അപ്പൊ 25നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് റിമൈൻഡർ എന്ത് വരും? എന്തായിരിക്കും റിമൈൻഡർ വരുന്നത്? -1 എന്ന് വരും അല്ലേ? ഇനി -1/25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? -1 തന്നെ വരും. ഓക്കെ, -1 എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി അല്ലാതെ ചെയ്യാൻ 26 - 1 എന്ത് വരും? 25 എന്ന് വരും ആൻസർ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ 25 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞേ? -1/25 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. സോ -1 ഇൻറ്റു -1, അതായത് -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -1ന്റെ സ്ക്വയർ ആണ്. അതായത് ഈവൻ നമ്പേഴ്സ് വന്നാൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. മൈനസ് ഇൻറ്റു മൈനസ് 1 ആണ്. എന്നാൽ ഒരു മൈനസേ ഉള്ളെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഓഡ് നമ്പർ ആയിരിക്കും. 25 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. സോ അതുകൊണ്ട് നമുക്ക് -1 ആയിരിക്കും വരുന്നത്. സോ ആ -1 എന്ത് ചെയ്യുക? 26ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 25 എന്ന് വരും. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കേ, ഈ 25നെ ഈ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 26 - 1 എന്ന് എഴുതാം. ഓക്കെ, 26 - 1 റേസ് ടു 25 ഡിവൈഡഡ് ബൈ 26. ഇനി സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. അതായത് 26ന്റെ പവർ എന്തും ആയിക്കോട്ടെ, ഡിവൈഡഡ് ബൈ 26 മൈനസ് 1/26 അല്ലേ? ഇത് ഓൾറെഡി കട്ടായി. ഇനി ഇത് കട്ടാവുമ്പോ എന്താ വരുന്നേ? 25 എന്ന് വേണം വരാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞേ? -1/25 ഡിവൈഡഡ് ബൈ 26 ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 25 ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ പറഞ്ഞേ? എങ്ങനെ വേണേലും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് 25 ആയിരിക്കത്തില്ലേ ആൻസർ കിട്ടുന്നത്? ആ -1നെ നമ്മൾ എന്ത് ചെയ്യുക? അത് ചേഞ്ച് ആക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ചെയ്തത് 25നെ നമ്മൾ എന്ത് ചെയ്തു? 25 എന്താ ചെയ്തേ ഇവിടെ? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. 25 എന്ന് പറഞ്ഞാൽ 25നെ 25 ടൈംസ്, അതായത് 25 ഇൻറ്റു 25 ഇൻറ്റു 25 ഇൻറ്റു അങ്ങനെ 25 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 25 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി 25നെ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 26 ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ, അതായത് -1 കൂടെ വേണം. സോ അത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ കിട്ടുന്ന എന്ന് പറയുന്നത് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിക്കേ, -1 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? -1/2, അതായത് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 കാരണം 26 അല്ല, 26 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഒരു നമ്പറും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 26 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ -1 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ -1 ആ 25 എന്നല്ലേ? അപ്പൊ ഈ 25നെ ഞാൻ -1 എന്ന് എടുത്തു, ബൈ എന്ത് ചെയ്തു? 26 എന്ന് എഴുതി. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ -1 തന്നെയാണ് കിട്ടുന്നത്. ഈ -1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 26ൽ നിന്നും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 25 ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ?
ഓക്കെ ആണെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ 67 പ്ലസ് 67 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 68. ദ റിമൈൻഡർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയും. വളരെ എളുപ്പം. ഇപ്പൊ ചെയ്ത ടൈപ്പ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. നോട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ വേഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. എന്താ വരുന്നേ? What is the remainder when 9 raised to 19 plus 6 is divided by 8 ആണ് ചോദിച്ചിട്ടുള്ളത്. കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോക്കാം. അതായത് what is the remainder when 9 raised to 19 plus 6 is divided by 8 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. 9 raised to 19 plus 6 it is divided by 8 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ 9 raised to 19 by 8, അതായത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് 9 raised to 9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 raised to 9 നമുക്ക് വേണമെങ്കിൽ 9 നമുക്ക് വേണമെങ്കിൽ 8 plus 1 raised to 19 എന്ന് എഴുതാം, പ്ലസ് 6 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഞാൻ സെപ്പറേറ്റ് എടുക്കുകയാണ്. ഈ 6 അവിടെ കിടന്നോട്ടെ. ഇനി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8ഉം 8ഉം ഡിവൈഡ് ആയി പോകും. ബാക്കി 1 raised to 19 1 തന്നെ വരും അല്ലേ? ബാക്കി എന്താ കിട്ടുന്നത്? 1 plus 6 നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. സോ 7 ആണ് റിമൈൻഡർ കിട്ടുന്നത്. മനസ്സിലായോ? അതായത് 9 raised to 19 plus 6 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവൈഡ് ആകണം അല്ലേ? ഡിവൈഡ് ആകുമ്പം നമുക്ക് എന്ത് വരും? അവിടെ റിമൈൻഡർ കിട്ടണം. ഓക്കെ, ഇപ്പൊ 9 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ പോട്ടെ. ഇനി മറ്റൊരു രീതിയിൽ 9 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ 9/8 എന്ന് പറഞ്ഞാൽ 9 raised to എത്ര ആയിക്കോട്ടെ, 9/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കത്തില്ലേ? -1, അതായത് 1 ആയിരിക്കത്തില്ലേ നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ? ആ 1ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ പോരെ? 6 അധികം വന്നോണ്ടല്ലേ അവിടെ പ്ലസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 7 ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ആ 6 എന്ന് പറയുന്ന അവിടുത്തെ റിമൈൻഡർ ആണ്. മനസ്സിലായോ? അധികം വന്നിരിക്കുന്ന നമ്പർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നമുക്ക് എന്താണ്? 7 ആണെന്ന് പറയാൻ പറ്റും. 6നെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യണ്ട. ഓക്കെ, അതായത് 9 raised to 19ന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് 6 എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ ഒരു നമ്പർ ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, ഏത് നമ്പറും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. കാരണം അത് മൊത്തത്തിൽ ഒരു നമ്പർ ആണ്. മനസ്സിലായോ? മൊത്തത്തിൽ ഒറ്റ നമ്പർ ആണ്. മനസ്സിലായോ പറഞ്ഞേ? ഇൻറ്റു അല്ല, ഇവിടെ ഒരു മൊത്തത്തിലുള്ള ഒരു നമ്പർ ആണ്. ആഡ് ചെയ്യുവാണ്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ക്ലാസ് കണ്ടതായിരുന്നോ? ക്ലാസ് കണ്ടിട്ട് വരണം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടിട്ട് വരണം കേട്ടോ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ QA സെഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത നമ്മുടെ എന്താണ് റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ ബ്ലഡ് റിലേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നത്. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ PPT-യിൽ ചെറിയൊരു വ്യത്യാസം വന്നൊരു അതിലൊരു ക്വസ്റ്റ്യൻ മാറിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയത്. ഓക്കെ,
അപ്പം ഇതൊക്കെ ആണോ? ഈ 1 തൊട്ട് 9 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹോംവർക്ക് അല്ലാതെ ബാക്കി ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. മാറ്റി കഴിഞ്ഞിട്ട് പറയല്ലേ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, നോക്കിക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഓക്കെ, നോക്കിക്കേ, ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 15 വരെ നമ്മൾ ചെയ്തായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15 ചെയ്തു. അപ്പൊ ഇനി അടുത്ത ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്തിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് വേഗം ഒന്ന് പറഞ്ഞേ. 16 ചെയ്തിട്ട് ആൻസർ വരുന്ന വേഗം പറഞ്ഞോ. ചെയ്തോ. ഓക്കെ, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കുറെ പേർക്ക് ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ എ റോ ഓഫ് ബോയ്സ് എ ഈസ് 10 ഫ്രം ദി ലെഫ്റ്റ്. ഓക്കെ, എ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും 10th പൊസിഷനിലാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, എ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും 10th പൊസിഷനാണ്. ആൻഡ് ബി ഈസ് ഫ്രം 9th പൊസിഷൻ ഫ്രം ദി റൈറ്റ്. ഓക്കെ, ബി എന്ന് പറയുന്നത് 9th പൊസിഷനിലാണ്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് നോക്കിക്കേ, പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? വെൻ ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ. ഓക്കെ, അവർ ഇന്റർചേഞ്ച് ചെയ്തു. അതായത് എയുടെ സ്ഥാനത്ത് ബി വന്നു, ബിയുടെ സ്ഥാനത്ത് എ വന്നു. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? എ ബിക്കംസ് 15th ഫ്രം ദി ലെഫ്റ്റ്. ഓക്കെ, എവിടെ ആയി? 15th ആയി അല്ലേ? അതായത് 15th 9th പൊസിഷൻ ആണ് 15 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ടോട്ടൽ കണ്ടുപിടിക്കാലോ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15 പ്ലസ് 9 മൈനസ് 1, അതായത് 24 മൈനസ് 1 എന്ത് വരും? 23 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടി. എന്താണ്? ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ റോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരാളുടെ പൊസിഷൻ, നമ്മൾ ഈ ഒരു ഇരിക്കുന്ന ആ ഒരു പ്ലേസ് മാത്രം നോക്കിയാൽ മതി. ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷനും കിട്ടി, റൈറ്റിൽ നിന്നുള്ള പൊസിഷനും കിട്ടി. എങ്കിൽ 9 പ്ലസ് 15 മൈനസ് 1 ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 23 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. ഓക്കെ, അത് നമ്മൾ ഒരാളെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 16 ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ബാക്കി ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഞാനത് 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി 10 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ചെയ്തോ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 45 44 കിട്ടുന്നുണ്ട്, 45 കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. പറയട്ടെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? നോക്കിക്കേ, ഇൻ എ റോ ഓഫ് ബോയ്സ്. ഓക്കെ, ഒരു റോ തന്നിട്ടുണ്ട്. എ ഈസ് 20th ഫ്രം ദ ലെഫ്റ്റ്. എ എന്ന് പറയുന്നത് 20th ഫ്രം ദി ലെഫ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബി ഈസ് 16th ഫ്രം ദ റൈറ്റ്. ഓക്കെ, ബി എന്ന് പറയുന്നത് 16 ആണ് ഫ്രം ദ റൈറ്റ്. ഓക്കെ, ആൻഡ് വെൻ ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ. ഓക്കെ, അവരുടെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ എന്താ വരുന്നത്? പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എ ബിക്കംസ് 30th ഫ്രം ദ ലെഫ്റ്റ് ആണ്. അതായത് പൊസിഷൻ എയുടെ സ്ഥാനത്ത് ബിയും ബിയുടെ സ്ഥാനത്ത് എയും വന്നു. അങ്ങനെ ആയപ്പോൾ എന്താണ്? എത്രയാ? 30th ആണെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാനല്ലേ ചോദ്യം. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് വരും?
16 plus 30 minus 1. അപ്പോൾ എന്ത് വരും? 16 plus 13, 46 minus 1, 45 എന്ന് വരും. So 45 is the answer. Clear അല്ലേ? ഓക്കെ ആണെങ്കിൽ question number 18 homework question നോട്ട് ചെയ്തോ. Question number 18 homework question. How many boys are there in the row ആണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. 19 question number 19 ചെയ്തോ. മ്യൂട്ട് ആക്കി വെക്കണേ. വൈഷ്ണവി, വൈഷ്ണവി, വൈഷ്ണവി മ്യൂട്ട് ആക്കി വെക്കണേ. അൺമ്യൂട്ട് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അൺമ്യൂട്ട് ആക്കരുത് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക് എന്താ വരുന്നേ. സുരേഷ് ഈസ് 27th ഫ്രം ദ ലെഫ്റ്റ്. രമേശ് ഈസ് 27 ഫ്രം ദ റൈറ്റ്. ഇഫ് there are 49 people in the row, how many people are there between സുരേഷ് and രമേശ്? കുറെ ആൻസർ ഉണ്ടല്ലോ. 3, 4, 5 എല്ലാവരും വരുന്നുണ്ടല്ലോ. എല്ലാ ആൻസറും കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, സുരേഷ് ഈസ് 27 ഫ്രം ദ ലെഫ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സുരേഷിനെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിൽ നിന്നും 27th പ്ലേസ് ചെയ്യാം. ആൻഡ് 27 ഫ്രം ദ റൈറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോഴേ ടോട്ടൽ ഇവിടെ 49 പീപ്പിൾ ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. 27 ഫ്രം ദ ലെഫ്റ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു, ലെഫ്റ്റിൽ നിന്നും. ആൻഡ് റൈറ്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? 27 പ്ലേസ് ചെയ്തു. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ഇവിടെ 49 തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചോദ്യം? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ബിറ്റ്? സുരേഷിന്റെയും രമേശിന്റെയും നടുക്ക് എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 27 പ്ലസ് 27 എത്രയാ? 56. 56ഉം പിന്നെ ഇതിന്റെ മിഡിലിൽ വരുന്ന ആൾക്കാരും കൂടി വരും. അപ്പൊ തന്നെ 49നെക്കാട്ടിലും ആൾക്കാർ കൂടിയില്ലേ? അപ്പൊ ഈ കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റുമോ? പറഞ്ഞേ, ഈ കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ടോട്ടൽ 49 എന്ന് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. മൊത്തം 49 പീപ്പിൾ ആണ് അവർക്കിടയിൽ ഉള്ളത്. ഓക്കെ, അത് നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? തന്നതിനേക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യുന്ന കേസ് ആയിരിക്കും ഈ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് സുരേഷ് ഈസ് 27 ഫ്രം ദ ലെഫ്റ്റ്. അതായത് ലെഫ്റ്റിൽ നിന്നും സുരേഷ് എത്രയാണ്? 27 ആണ് ഇരിക്കുന്നത്. ആരാ? സുരേഷ്. ഇനി റൈറ്റിൽ നിന്നും, ഓക്കെ, റൈറ്റിൽ നിന്നും എന്താണ് പറഞ്ഞേക്കുന്നത്? റൈറ്റിൽ നിന്നും രമേശ് എവിടെയായിരിക്കുന്നത്? 27 ആണ്. അതായത് 27. ഓക്കെ, ഇവർക്കിടയിൽ ഇനി എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ഓവർലാപ്പ് ചെയ്തു. മനസ്സിലായ പറഞ്ഞേ. അപ്പൊ നമുക്ക് ആരെയും ഒരാളെ കൺസിഡർ ചെയ്യാം. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഈക്വൽ ടു ആർ പ്ലസ് എൽ മൈനസ് 1 അല്ലെങ്കിൽ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണല്ലോ. ടോട്ടൽ 49 ആണെന്ന് തന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാളുടെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ടും സെയിം 27 ആയതുകൊണ്ട് നമുക്ക് വിഷയമില്ല. അപ്പൊ 27 പ്ലസ് എൽ മൈനസ് 1. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ? 49 ഈക്വൽ ടു 26 പ്ലസ് എൽ. അതായത് ലെഫ്റ്റിൽ നിന്നും, അതായത് ലെഫ്റ്റിന്റെ കണ്ടുപിടിക്കാം. റൈറ്റിന്റെ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നതെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. സോ 49 മൈനസ് 26 എന്ത് വരും? 23 എന്ന് വരും. ഓക്കെ, 23 എന്ന് നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് റൈറ്റിൽ നിന്നും രമേശ് 23 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും 27 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും രമേശ് 23 ആണ്. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 23, 24, 25, 26, 27 അവർക്കിടയിൽ എത്ര പേരുണ്ടായിരിക്കും? 3 പേരാണ് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായ പറഞ്ഞിരിക്കുന്നേ? ഈ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ? ചെയ്തത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓവർലാപ്പ് ചെയ്യത്തില്ല, ഓവർലാപ്പ് ചെയ്യും എന്ന് പറഞ്ഞത് ക്ലിയർ ആണല്ലോ. എന്താണ് ഇത്? ക്യാൻസൽ ആക്കി. ഈ ഒരു മെത്തേഡ്, ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മെത്തേഡ് ക്യാൻസൽ ആക്കിയത് എന്താണെന്ന് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഈ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു ഓവർലാപ്പ് ചെയ്യും. എന്തുകൊണ്ട് ഓവർലാപ്പ് ചെയ്യും എന്ന് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ, ഓവർലാപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞത് ക്ലിയർ ആണ്. ഓക്കെ,
ഇനി എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, നമ്മൾ പറഞ്ഞു ഇത് ഓവർലാപ്പ് ചെയ്യും അല്ലെ, ഓവർലാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ. എ എന്ന് പറയുന്നത് അല്ലെ, സോറി, എ അല്ലല്ലോ, സുരേഷ്. സുരേഷ് എന്താ ലെഫ്റ്റിൽ നിന്നും എത്രാം സ്ഥാനത്താ? 27-ാം സ്ഥാനത്താണ്. ഓക്കെ. റൈറ്റിൽ നിന്നും രമേശ് എത്രയാണ്? ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നീക്കിയേക്കുന്നത്. രമേശ് എത്രയാ? 27. ഓക്കെ. രണ്ടുപേരും 27 ആയതുകൊണ്ട് ആരെങ്കിലും ഒരാളെ എടുക്കാം. ഒന്നെങ്കിൽ സുരേഷിനെ എടുക്കാം, അല്ലെങ്കിൽ രമേശിനെ എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്ത മുമ്പത്തെ കേസിൽ ഞാൻ എടുത്തത് രമേശിനെ എടുത്തേ, കാരണം രമേശ് റൈറ്റിൽ നിന്നും 27 ആണ്. അല്ലെങ്കിൽ സുരേഷിനെ എടുക്കാം കേട്ടോ, ആരെ വേണേലും എടുക്കാം, ഏത് ചെയ്താലും സെയിം ആണ്, കാരണം രണ്ടുപേർക്ക് ഈക്വൽ വാല്യൂ ആണേ. അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ രമേശിനെ എടുക്കുന്നു. രമേശിനെ കൺസിഡർ ചെയ്താൽ ടോട്ടൽ ഞാൻ കണ്ടുപിടിക്കാം. രമേശ് റൈറ്റിൽ നിന്നും 27-ാമതാ. അപ്പൊ ലെഫ്റ്റിൽ നിന്നും രമേശ് എത്രയായിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാലോ. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു R+L-1 അല്ലേ. അപ്പൊ ടോട്ടൽ 49 ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നും രമേശ് എത്രയാ? 27 ആണ്. പ്ലസ് ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 49 - 26 ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ കിട്ടും അല്ലെ. L ഈസ് ഈക്വൽ ടു 49 - 26 23 എന്ന് കിട്ടി. അപ്പൊ ലെഫ്റ്റിൽ നിന്നും രമേശ് ഇരിക്കുന്ന എവിടെയാ? 23-ലാണ്. ഓക്കെ. ലെഫ്റ്റിൽ നിന്നും എത്ര ആയിരിക്കുന്ന രമേശ്? 23 ആണ് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ അല്ലേ? 23 ആണെന്ന് മനസ്സിലായി. അപ്പൊ നോക്ക്, ലെഫ്റ്റിൽ നിന്നുമാണ് രമേശ് 23 ഇരിക്കുന്നത്, ലെഫ്റ്റിൽ നിന്നും സുരേഷ് ഇരിക്കുന്നത് 27 ആ. അപ്പൊ നോക്ക്, 23 കഴിഞ്ഞ് 24 ഒരാളുണ്ട്, 25 ഒരാളുണ്ട്, 26 ഒരാളുണ്ട്, 27-ലാണ് ആരിയിരിക്കുന്നത്? സുരേഷ്. അപ്പൊ അവർക്കിടയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ എന്ന് പറയാൻ പറ്റത്തില്ലേ? മനസ്സിലായോ പറഞ്ഞേ? ഇനി പറയണോ ഈ ചെയ്തത്? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ അല്ലേ? ഡൗട്ട് ചോദിച്ചവർക്കെല്ലാം ക്ലിയർ ആണോ എന്ന് വേഗം പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 20 ഹോംവർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തോ. ഇനി ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. അപ്പൊ നമ്മുടെ റാങ്കിങ്ങിന്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണ്ടവർ എനിക്ക് സെപ്പറേറ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു അയച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഈ ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ ആർക്കേലും? നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് എന്തായാലും. 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കേലും? ക്ലിയർ ആണോ? ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാത്തവർ നോട്ട് ചെയ്തോ, നോട്ട് ചെയ്തോ. ഓക്കെ. അപ്പൊ ഞാൻ ഇത് മാറ്റുവാണേ. ഇത് നമുക്ക് ബ്ലഡ് റിലേഷൻ ആണ് നോക്കാനുള്ളത്. ഓക്കെ, മാറ്റാലോ. ഓക്കെ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ബ്ലഡ് റിലേഷൻ എല്ലാവരും ക്ലാസ് കണ്ടതാണോ? ബ്ലഡ് റിലേഷൻ കണ്ടതാണോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കിക്കേ, ബ്ലഡ് റിലേഷൻ നമ്മൾ പഠിക്കുമ്പം സാധാരണ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ എടുക്കണം കേട്ടോ. അതായത് ഇപ്പം നമുക്ക് അച്ഛൻ അമ്മയുണ്ട്. ഇപ്പം എന്താണ്, ഇപ്പം അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡേ, ഞാൻ ഈ ഉം, ഉം. നോക്കിക്കേ, അച്ഛൻ അമ്മ അതായത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഡബിൾ ലൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം അച്ഛൻ അമ്മ, ഓക്കെ, ഫാദർ മദർ, ഓക്കെ, ഫാദർ മദർ, ഓക്കെ. ഇപ്പം ഫാദർ മദറിനെ നമ്മൾ എന്ത് ചെയ്തു? ഫാദർ എന്ന് പറയുമ്പോൾ പ്ലസ് സൈൻ, അതായത് മെയിൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് ആയിട്ടും ഫീമെയിൽ ആണെങ്കിൽ നെഗറ്റീവ്, അതായത് മൈനസ് ആയിട്ട്, അതായത് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമ്മൾ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ മാരീഡ് ആണെന്ന് കാണിക്കുന്നത് എന്താണ്? ഈ ഡബിൾ ലൈൻ ആണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അവരുടെ മക്കളാണ് നമ്മൾ അല്ലേ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അവരുടെ മക്കള് വരും. മക്കള് വരുമ്പം അടുത്ത ജനറേഷനെ കാണിക്കാൻ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ഇനി അവർക്ക് ഒരു പെൺകൊച്ചും ഉണ്ട്, ഒരു ആൺകൊച്ചും ഉണ്ട്. ഓക്കെ, പെണ്ണും ഉണ്ട് ആണും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ ബ്രദർ സിസ്റ്റർ റിലേഷൻ വരയ്ക്കുന്നത്? അതായത് ബ്രദറിന് പ്ലസ്, ഇനി എന്തായിരിക്കും? ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? ബ്രദർ സിസ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് സിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് വരും? ഈ രീതിയിൽ വരും. മനസ്സിലായോ?
രണ്ട് ബ്രദർ ആണെങ്കിലും എന്ത് ചെയ്യും അവിടെ ആ ഒരു സ്വന്തം മീൻസ് എന്താണ് സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ ആ ഒരു ബ്രദർ സിസ്റ്റർ എന്ന് നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അങ്കിൾ ആൻഡ് അതായത് എന്താണ് കുഞ്ഞമ്മ അപ്പച്ചി അങ്ങനെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ കുറെ പറയും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് അങ്കിൾ ആൻഡ് അങ്ങനെയുള്ള രീതിയിലേ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? മൊത്തത്തില് അതായത് അച്ഛന്റെ അമ്മ ആയിക്കോട്ടെ, അച്ഛന്റെ അനിയത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛന്റെ അനിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി അങ്ങനെ വരുവാണേലും നമ്മൾ എന്തായിരിക്കും നമുക്കുള്ള ഈ ഒരു റിലേഷൻ എന്തായിരിക്കും അവരുമായിട്ട് എന്തായിരിക്കും? ഇപ്പൊ അച്ഛന്റെ ഇപ്പൊ അവർക്ക് എന്തായിരിക്കും നമ്മൾ വരുന്നത്? ഇത് മെയിൽ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? അങ്കിൾ ആയിരിക്കും വരുന്നത് അല്ലേ? തിരിച്ച് അവർക്ക് എന്തായിരിക്കും വരുന്നത്? ഫീമെയിൽ ആണ് അല്ലെങ്കിൽ മെയിൽ ആണെങ്കിൽ അവർക്ക് നെഫ്യൂ അല്ലെങ്കിൽ നീസ് ആയിട്ടായിരിക്കും പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ആ രീതിയിലേ നമ്മൾ എടുക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ക്ലിയർ ആണോ പറയുന്നേ? ഇനി അതായത് ഇനി നമുക്ക് ജനറേഷൻ കൂടുതലാണ്. ഇനി അച്ഛന്റെ അതായത് ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി അച്ഛന്റെ അച്ഛനെ കൂടി ഒരിക്കലൂടെ പറയണോ? അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ക്ലിയർ ആവത്തില്ല. സോറി, ക്ലിയർ ആവുന്നില്ലല്ലേ പറയുന്നേ? നോക്കിക്കേ, ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് ക്ലിയർ ആക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം എങ്ങനെയാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കി തരാം. സോ ചെയ്ത് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ എന്താന്ന് പറഞ്ഞു? ഓക്കെ, ഓപ്ഷൻ സി നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഈ ബ്ലഡ് റിലേഷനിൽ ബേസിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, എ ഈസ് ബീസ് ഡോട്ടർ. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ മകളാണ്. സോ ബിയുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ മകൾ, ബി അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ബിയുടെ മകളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ എ അല്ലെ. അപ്പൊ എക്ക് മകളാണെന്ന് കാണിക്കാൻ, ഡോട്ടർ ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഫീമെയിൽ ആണ്, അതിനെന്ത് ചെയ്തു? മൈനസ് എന്ന് പറഞ്ഞ് സൈൻ കൊടുത്തു. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് ഈസ് സിയുടെ മദർ. ഓക്കെ, ബി എന്ന് പറയുന്നത് സിയുടെ മദർ ആണ്. അപ്പം എന്തായിരിക്കും ഇവർ തമ്മിലുള്ള റിലേഷൻ? സി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആകാം, അത് നമ്മളോട് എടുത്തു പറഞ്ഞിട്ടില്ല. ബി എന്തായാലും മദർ ആണെന്ന് ഇവിടെ തെളിയിച്ചു. മനസ്സിലായോ? ഇവിടെ എടുത്തു പറഞ്ഞു ബി ഈസ് സീസ് മദർ. അപ്പൊ സിയുടെ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ആരോ ആണ്, അല്ലെങ്കിൽ ബിയുടെ മോളാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മദർ ആണെന്ന് നമുക്ക് ഇവിടെ നിന്നും ഈ സെക്കൻഡ് കണ്ടീഷനിൽ നിന്നും ക്ലിയർ ആയി. ആൻഡ് ഡി എന്ന് പറയുന്നത് സിയുടെ ബ്രദർ ആണ്. ഓക്കെ, സിയുടെ ബ്രദർ. ഓക്കെ, സിയുടെ ബ്രദർ ആണ് ഡി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് സൈൻ കൊടുക്കാം. ആൻഡ് ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു എ? അപ്പൊ ഡി റിലേറ്റഡ് ടു എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എയുടെയും കൂടെ ബ്രദർ ആണ്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ ആണെന്ന് പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തോ വേഗം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, പി ഈസ് ക്യൂസ് ബ്രദർ. പി എന്ന് പറയുന്നത് ക്യൂവിന്റെ ബ്രദർ ആണ്. ഓക്കെ, ക്യൂവിന്റെ ബ്രദർ ആണ് പി എന്ന് പറയുന്നത്. സോ എഴുതി, പി എന്ന് പറയുന്നത് ക്യൂവിന്റെ ബ്രദർ ആണ് അല്ലേ? ഓക്കെ, ഇനി ആർ ഈസ് ക്യൂസ് മദർ. ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ മദർ ആണ്. ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ മദർ ആണ്. ആൻഡ് എസ് ഈസ് ആർസ് ഫാദർ. ആറിന്റെ ഫാദർ ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ ജനറേഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഓരോ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ടി ഈസ് എസിന്റെ മദർ. ഓക്കെ, എസിന്റെ മദർ ആണ് ടി. ഓക്കെ, ടി ഈസ് എസിന്റെ മദർ. ആൻഡ് ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി ആണ് ചോദിച്ചിട്ടുള്ളത്. പി റിലേറ്റഡ് ടു ടി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? എന്താ വരുന്നേ?
ഓപ്ഷൻ ബി അല്ലെ, ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് അല്ലെ. പി അതായത് ടിക്ക് ആരാണ് പി എന്നാണ് ചോദ്യം. സോ ഇത് മെയിൽ ആണെന്ന് മനസ്സിലായി അല്ലെ, പ്ലസ് സൈൻ ആയതുകൊണ്ട് മെയിൽ ആണ്. സോ ഗ്രേറ്റ് എന്താണ്, ഗ്രാൻഡ് സൺ ആണ് വരുന്നത്. ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ എസിനാണ് ഇത് ഗ്രാൻഡ് സൺ, എന്നാൽ ഇത് എസിന് മുകളിലാണ്. സോ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ എന്ന് പറയാം. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ചെയ്ത് കഴിഞ്ഞവർ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. കിട്ടിയല്ലേ? ഫസ്റ്റ് ആണല്ലോ, നോക്കിക്കേ. എ ഈസ് ബീസ് ബ്രദർ. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. ഓക്കെ, ബിയുടെ ബ്രദർ ആണ് എ. ഓക്കെ, നമ്മൾ എഴുതി. സി ഈസ് ഡീസ് ഫാദർ. ഓക്കെ, അത് വേറൊരു കണ്ടീഷൻ ആണ് അല്ലെ. അതിന് മുമ്പ് എയും ഡിയും ബ്രദേഴ്സ് ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയും ഡിയും ബ്രദേഴ്സ് ആണ്. സോ ഡി ബ്രദറിനെ അങ്ങ് നമ്മൾ ഇവിടുന്ന് എടുത്തു. സോ സി ഈസ് ഡീസ് ഫാദർ. സി എന്ന് പറയുന്നത് ഡിയുടെ ഫാദർ ആണ്. ആൻഡ് ഇ ഈസ് ബീസ് മദർ. ഓക്കെ, ഇവർ മൂന്നുപേരും ബ്രദർ സിസ്റ്റർ ബന്ധമാണ് വരുന്നത് അല്ലെ, ബ്രദേഴ്സ് ബന്ധമാണ് വരുന്നത്. അപ്പൊ ഇവരുടെ അമ്മയും അച്ഛനുമാണ് ഈ തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നതാണ് അമ്മ. ബീസ് മദർ, സോറി ബീസ് മദർ എന്താ ഇ അല്ലേ. സോ ഈ വരും, സോറി. ഓക്കെ, ഇവിടെ ഈ വരുവേ. ഓക്കെ, ഈ. അപ്പൊ നോക്കിക്കേ, ഈ റിലേഷൻ കിട്ടിയില്ലേ? കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു സി. അപ്പൊ ഇ എന്ന് പറയുന്നത് എന്താ, സിയുടെ വൈഫാണ് അല്ലെ. ഇ റിലേറ്റഡ് ടു സി ആണ്. സിക്ക് ആരാണ് ഇ എന്നാണ് ചോദ്യം. സോ എന്താണ്, വൈഫാണ് വരുന്നത്. സോ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എല്ലാവർക്കും ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ 4th 5th ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 4, 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണോ ഹോംവർക്ക് ഡൗട്ട്? ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഈസ് ബീസ് ബ്രദർ എന്നല്ലേ പറഞ്ഞേക്കുന്നേ. എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കണ്ടോ, ബ്രദർ സിസ്റ്ററിനെ ഈ ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടാണ് എടുക്കുന്നത്. ആൻഡ് മെയിൽ ആയതുകൊണ്ട് തന്നെ പ്ലസ് സൈൻ കൊടുത്തു. എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. ബിയുടെ ബ്രദർ ആണ് കൊടുത്തിട്ടുണ്ട്. എയുടെ ഈ ഒരു സൈൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ബ്രദർ ആണെന്നുള്ളതിന്റെ. ആൻഡ് മറ്റേ ബി എന്താ, സിസ്റ്റർ ആണോ ബ്രദർ ആണോ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ബിയുടെ ബ്രദർ ആണ് എ. അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു എഴുതി. ഇനി അടുത്ത സി ഈസ് ഡീസ് ഫാദർ തന്നേക്കുന്നത്. അതൊന്നും ഒരു ബന്ധവും ഇല്ല അല്ലെ, ഈ ചെയ്തതുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്തു, അടുത്ത സെന്റൻസ് നോക്കി. ഈയുടെ അമ്മയാണ് ബി. സോ അത് ഞാൻ പിന്നാണ് എടുത്തത്. അതിനു മുമ്പ് ഞാൻ എയും ഡിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ എടുക്കാം കേട്ടോ. എയിനെയും ഡിനെയും കണക്ട് ചെയ്തു. അപ്പൊ എയിനെയും ഡിനെയും കൊടുത്തേക്കുന്നത് കണ്ടോ, എ ആൻഡ് ഡി ബ്രദേഴ്സ് ആണ്. എയും ഡിയും ബ്രദേഴ്സ് ആണ്. സോ എയും ഡിനെയും ഞാൻ ബ്രദർ ആക്കി കൊടുത്തു. ഓക്കെ, ബ്രദേഴ്സ് ആയി, പ്ലസ് ആയി, രണ്ടുപേരും പ്ലസ് ആണ് മെയിൽ ആയതുകൊണ്ട് തന്നെ. ഇനി എന്താ സെക്കൻഡ് കേസ് പറഞ്ഞേക്കുന്നത്, സി ഈസ് ഡീസ് ഫാദർ. സി എന്ന് പറയുന്നത് ഡിയുടെ അച്ഛനാണ്. ഓക്കെ, അപ്പൊ ഞാൻ സി പ്ലേസ് ചെയ്തു. ആൻഡ് ഇ എന്ന് പറയുന്നത് എന്താണ്, വൈഫ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഈസ് ബിയുടെ മദർ ആണ്. സോ ഇത് ഫാദർ ആണെങ്കിൽ മറ്റാൾ എന്തായിരിക്കും, മദർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇതിൽ സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് ഫാദർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോകണ്ട കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ നമുക്ക് നോക്കാം. എന്താ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6? എ ആൻഡ് ബി ആർ സിസ്റ്റേഴ്സ്. ഓക്കെ, എയും ബിയും സിസ്റ്റേഴ്സ് ആണ്. 6 എസ് ബ്രദേഴ്സ് ആണ്. എയുടെ ഡോട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ ബി സിസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എയും ബിയും സിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ഇവിടെ മറ്റു കാര്യം, ആറും എസും ബ്രദേഴ്സ് ആണ്. എസ് ഡോട്ടർ ഈസ് ആർ സിസ്റ്റർ. എയുടെ ഡോട്ടർ എന്ന് പറയുന്നത് ആറിന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, ആറിന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ നോക്ക്, എയുടെ ഡോട്ടർ എന്ന് പറയുന്നത് എസ് ഡോട്ടർ ഈസ് ആർ സിസ്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ എന്താ, ബി റിലേറ്റഡ് ടു എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആരാണെന്ന് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ബി റിലേറ്റഡ് ടു എസ്. ബി റിലേറ്റഡ് ടു എസ്, വേഗം പറഞ്ഞ ആരായിരിക്കും വരുന്നേ? എന്താണ്, എയുടെ സിസ്റ്റർ ആണ് ബി. അപ്പൊ ഇതാർക്ക്, എസിനും ആറിനും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഡോട്ടർക്കും എന്താണ് റിലേഷൻ വരുന്നത്? ഓണ്ട് ആണ് വരുന്നത് അല്ലെ, ഓണ്ട് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ഓണ്ട് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഇതിപ്പോ പ്ലസ് സൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്കിൾ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടെ വരുന്നത് എന്താ? ഇവിടെ വരുന്നത് മൈനസ് ആണ്. സോ അതായത് ഫീമെയിൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? എയും ബിയും സിസ്റ്റേഴ്സ് ആണ്, RS ബ്രദേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ എയുടെ ഓക്കെ എയും ബിയും സിസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എയും ബിയും സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, എയുടെ ഡോട്ടർ, എയ്ക്ക് ഒരു ഡോട്ടർ ഉണ്ട്. ആൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് ആറിന്റെ സിസ്റ്റർ ആണ്. ആറിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറും എയുടെ ഡോട്ടർ തന്നെയാണ്. മനസ്സിലായോ? ആറും എസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നു, അവര് ബ്രദർ സിസ്റ്റർ ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താ പറയുന്നേ? ബിയുടെ റിലേഷൻ, ബി റിലേറ്റഡ് ടു എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബി എന്ന് പറയുന്ന എന്താണ്? ഇവർ തമ്മിൽ എന്താ ബന്ധം? ഓണ്ടാണ് വരുന്നത് അല്ലേ? അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചി എന്താണ്? അങ്കിൾ ആന്റി അല്ലേ വരണ്ടേ? സോ ആണ്ടാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് പറയണേ ചോദിച്ചാള്. ഓക്കെ ആണോ? ഈ ചെയ്തത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോ. 7ന്റെ ആൻസർ കിട്ടി അല്ലേ? grandfather. ഓക്കെ, നമുക്ക് നോക്കാം. ഇ എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റർ ഓഫ് ബി. ഓക്കെ, ഇ ഈസ് എ സിസ്റ്റർ ഓഫ് ബി എന്നാണ് പറയുന്നത്. ഇ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി ആണ്. ആൻഡ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. എയും സിയും തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനൊന്നുമില്ല. ആൻഡ് ബി നോക്കിക്കേ, ബി ഈസ് എ സൺ ഓഫ് സി. ബി ഈസ് എ സൺ ഓഫ് സി. ആൻഡ് എ ഈസ് ദ ഫാദർ ഓഫ് സി. അപ്പൊ എ എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ഓക്കെ, ആൻഡ് എ റിലേറ്റഡ് ടു ഇ ആണ് ചോദിച്ചിട്ടുള്ളത്. എ റിലേറ്റഡ് ടു ഇ, വേഗം പറഞ്ഞോ എന്താ വരുന്നേ? എ റിലേറ്റഡ് ടു ഇ എന്താണ്? ഗ്രാൻഡ് ഫാദർ ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലാത്തവര് ക്വസ്റ്റ്യൻ അടുത്ത ചെയ്തോ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 8 ചെയ്യാം. ക്വസ്റ്റ്യൻ ഓൾറെഡി കാണുന്നോണ്ട് നേരത്തെ ചെയ്തു വെക്കാം അല്ലേ? അപ്പൊ ചെയ്തോ. ക്വസ്റ്റ്യൻ എന്താ വരുന്നേ? ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ വരുന്നേ? എ ഈസ് ബീസ് ബ്രദർ. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ബിയുടെ ബ്രദർ ആണ്. സി ഈസ് എയ്സ് മദർ. ഓക്കെ, സി എന്ന് പറയുന്ന എയുടെ മദർ ആണ്. ഓക്കെ, സി എന്ന് പറയുന്ന എയുടെ മദർ ആണ്. ഡി ഈസ് സീസ് ഫാദർ. ഡി എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ഓക്കെ, ഇ ഈസ് ബി സൺ. ഇ എന്ന് പറയുന്നത് ബിയുടെ സൺ ആണ്. ഓക്കെ, ബിയുടെ സൺ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ ഡി റിലേറ്റഡ് ടു എ ആണ്. ഡി റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? ഡി റിലേറ്റഡ് ടു എ ഗ്രാൻഡ് ഫാദർ ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ എന്ന് പറയണേ. മൈക്ക് ഓഫ് ആക്കി വെക്കണേ, മ്യൂട്ട് ആക്കി വെച്ചേ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻഡ് 10 ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറെ തരുന്നുണ്ട്, ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുക. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ആപ്പിനകത്ത് റെക്കോർഡ് സെഷനകത്ത് നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ സർക്കിൾ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സർക്കിൾ ടെസ്റ്റ് ചെയ്തിട്ട് മാർക്ക് എനിക്ക് അയച്ചു തരണം. ഓക്കെ, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ചെയ്തിട്ട് മാർക്ക് അയച്ചു തരാ. ഓക്കെ, എല്ലാരും മാർക്ക് അയച്ചു തരണേ. പറഞ്ഞ കേട്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻഡ് 10 ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തേ. ചെയ്ത് കഴിഞ്ഞവര് ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തോ. ലെവൻ. നോക്കാം. എ എന്ന് പറയുന്നത് എന്താ? എന്താ തന്നിരിക്കുന്നേ?
എ ഈസ് എ ഈസ് ബി സിസ്റ്റർ. ഓക്കെ, ബിയുടെ സിസ്റ്റർ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സി ഈസ് ബീസ് മദർ. ഓക്കെ, സി എന്ന് പറയുന്നത് ബിയുടെ എയുടെ മദർ ആണ്. ഓക്കെ, ഡി ഈസ് സീസ് ഫാദർ. ഡി എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ആൻഡ് ഇ ഈസ് ഡീസ് മദർ. ഇ എന്ന് പറയുന്നത് ഡിയുടെ മദർ ആണ്. ദെൻ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. എ റിലേറ്റഡ് ടു ഡി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നത്? പറഞ്ഞേ, എന്താ വരുന്നേ? ഗ്രാൻഡ് ഡോട്ടർ ആണ് വരുന്നത് അല്ലേ? ഗ്രാൻഡ് ഡോട്ടർ ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്തോ. ഓക്കെ, എന്താ വരുന്നേ? നോക്കിക്കേ, എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി എന്നുള്ള മീനിങ് ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. എ ഡിവൈഡഡ് ബി മീൻസ് എ ഈസ് എ സൺ ഓഫ് ബി. നോക്കാം നമുക്ക് എന്താ വരുന്നത്. വൈ ഇൻറ്റു എം. വൈ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിയുടെ സ്ഥാനത്ത് വൈയും എം ഇടുക അല്ലേ? അപ്പൊ എന്ത് വരും? വൈ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എം എന്ന് പറയാം അല്ലേ? വൈ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എം. ഓക്കെ, ആൻഡ് എം ഈസ് ദ എം മൈനസ് ടി ആണ് പറഞ്ഞിരിക്കുന്നത്. എം ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. എം ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ആൻഡ് ടി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇസഡ്. ഓക്കെ, ടി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇസഡ്. ആൻഡ് എന്താ പറഞ്ഞേക്കുന്നത്? ഇസഡ് ഈസ് എ സൺ ഓഫ്, എന്താ പറഞ്ഞേക്കുന്നത്? സൺ ഓഫ് എൽ. ആൻഡ് എൽ ഇൻറ്റു യു. എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് യു. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, യു റിലേറ്റഡ് ടു വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ യു റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നേ? ആർക്കെങ്കിലും അറിയാവോ? യു റിലേറ്റഡ് ടു വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം പറഞ്ഞു, ആൻസർ എന്താ വരുന്നേ? എന്ത് വരും? എന്താ വരുന്ന ആൻസർ? എയും ബിയും പറയുന്നുണ്ട്. യു റിലേറ്റഡ് ടു വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. യു റിലേറ്റഡ് ടു വൈ. ഓക്കെ, റിലേറ്റഡ് ടു വൈ ആണ്. സോ യു ഹൗ ഈസ് യു റിലേറ്റഡ് ടു വൈ? യു ആണ് പറയേണ്ടത്. ഓക്കെ, യു എന്ന് പറയുന്നത് എന്താ? മദർ ഇൻ ലോ ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, യു റിലേറ്റഡ് ടു വൈ ആണ് ചോദ്യം. യു എന്താന്നാണ് പറയേണ്ടത്. വൈനെ സംബന്ധിച്ച് യു എന്താണ്? വൈക്ക് ആരാ യു? ആരാ? മദർ ഇൻ ലോ ആണ്. പറഞ്ഞ മനസ്സിലായോ? മദർ ഇൻ ലോ ആണ്. ഓക്കെ അല്ലേ? കാരണം വൈ എന്ന് പറയുന്ന ആള് എമ്മിന്റെ ആണ്. എം ആണ് ഇവര് ബ്രദർ സിസ്റ്റർ ആണ്. ഇവരുടെ അച്ഛനാണ് എല്ല്. എല്ലാണ് അമ്മ, യു ആണ്. സോ പുതിയൊരാൾ വന്നു വൈ. വൈക്ക് ആരായിരിക്കും അതപ്പോ? ആരായിരിക്കും വരുന്നത്? അതായത് മദർ ഇൻ ലോ ആണ്. മനസ്സിലായോ? അതായത് ഈ ചെയ്തിരിക്കുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ ഇത് എഴുതാൻ. ഓക്കെ, അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബ്ലഡ് റിലേഷൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എമ്മും ടിയും ഇസഡ് ബ്രദർ സിസ്റ്റേഴ്സ് ആണ് വരുന്നത് അല്ലെ? എം ടി ഇസഡ് ആരുടെ മക്കളാ? യുവിന്റെയും എല്ലിന്റെയും മക്കളാണ് എം ടി ഇസഡ് എന്ന് പറയുന്നത്. എം ഇനി ഒരാളെ കല്യാണം കഴിച്ചു, വൈനെ കല്യാണം കഴിച്ചു അല്ലെ? അത് മെയിലാണ്. സോ വൈ എന്ന് പറയുന്നത് യുവിന് ആരായിരിക്കും? ആരാ? മരുമോനാണ് അല്ലെ? അപ്പൊ ഇതാര് തിരിച്ചാ എങ്ങനെയാ? അമ്മായിയമ്മ ആയിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ അതായത് മദർ ഇൻ ലോ ആണ് വരുന്നത്. സോ മദർ ഇൻ ലോ ആയിരിക്കും ആൻസർ കിട്ടുക. മനസ്സിലായോ പറഞ്ഞേ? ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സംഭവം, അതായത് വൈ ഇൻറ്റു എം മൈനസ് ടി മൈനസ് ഇസഡ്, ഇത് തെറ്റരുത്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റി. മനസ്സിലായോ? ഈ ചെയ്തത് എവിടെയെങ്കിലും തെറ്റിപ്പോയാ, തിരിഞ്ഞു പോയാലും നമ്മുടെ ആൻസർ തെറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ നോക്കിക്കേ, ഇതും കൂടെ നോട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തോ. 13 ചെയ്തോ. 14ഉം 15ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 13 ചെയ്തോ. 14ഉം 15ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ.
13 ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. നോക്കാം. എ ഈസ് ദ ഫാദർ ഓഫ് സി. എ എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ഡി ഈസ് എ സൺ ഓഫ് ബി. അതിനു മുമ്പ് അത് നമുക്ക് ഒന്നും കണക്ട് ചെയ്യാനില്ല. അടുത്ത നോക്കാം. ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. ആൻഡ് ഡി ഈസ് ദ സൺ ഓഫ് ബി. ഓക്കെ, എ ഈസ് ദ ഫാദർ ഓഫ് സി, ഡി ഈസ് ദ സൺ ഓഫ് ബി. ഡി ഈസ് ദ സൺ ഓഫ് ബി ആൻഡ് സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. സി എന്ന് പറയുന്നത് ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി ആണ്. ആൻഡ് ഇ ഈസ് ദ ബ്രദർ ഓഫ് എ എഴുതി. ഡി ഈസ് ദ സൺ ഓഫ് ബി. ഡി ഈസ് ദ സൺ ഓഫ് ബി. ഓക്കെ, സൺ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനാണ് അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ എന്താ, മാരീഡ് ആണെന്ന് പറയാം. സോ ഇത്രയും കണക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ അല്ലെ. ഇനി ബി റിലേറ്റഡ് ടു ഇ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബി റിലേറ്റഡ് ടു ഇ, ബിയുടെ റിലേഷൻ ആണ്. സോ എന്താ വരുന്നത്, സിസ്റ്റർ ഇൻ ലോ ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണെന്ന് പറയണേ. ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണമേ നമ്മൾ ഇത് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതായത് നമുക്കിപ്പം ബിയും എയും തന്നിട്ട് പിന്നെ അടുത്ത സിയും ഡിയും തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവരെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് അതിനകത്ത് കാണും. സോ ഇവിടെ നോക്കിക്കേ, എ ഈസ് ദ ഫാദർ ഓഫ് സി. ഫസ്റ്റ് ഇതെടുത്തു. ഓക്കെ, എ ഈസ് ദ ഫാദർ ഓഫ് സി എന്ന് പറഞ്ഞു, ആണല്ലോ. ഇനി നോക്ക്, എ ഈസ് ദ ഫാദർ ഓഫ് സി ആണ്. അടുത്ത എന്താ, ഡി ഈസ് ദ സൺ ഓഫ് ബി. ഡിയും ബിയും ഇതിനകത്ത് നമ്മൾ എഴുതിയോ? ഇല്ല. സോ ഇവരെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തി. ഓക്കെ, ഈ സെന്റൻസ് മാറ്റി നിർത്തി. ഇനി അടുത്ത് നോക്കിയേ, ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. അപ്പൊ എ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കണക്ട് ചെയ്യാം അല്ലെ. ഇ എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്. സോ ഇനെ ഞാൻ കണക്ട് ചെയ്തു, ഈസ് ദ ബ്രദർ ആക്കി. ഇനി സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്, ഡിയുടെ സിസ്റ്റർ ആണ്. അപ്പൊ സിനെയും ഡിനെ എഴുതി. ഇനി എടുക്കാത്ത ഒരാളുണ്ടല്ലോ, ഡി ഈസ് ദ സൺ ഓഫ് ബി. അപ്പൊ ഡി എന്ന് പറയുന്നത് ബിയുടെ മോനാണ്. സോ നമ്മളിത് ഇവര് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ എയുടെ മക്കളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഡിയുടെയും സോറി എയുടെ മക്കളാണെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ്, ബിയുടെ സണ്ണാണ് ഡി എന്നും പറഞ്ഞു. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്, ഒരാളച്ഛനും ഒരാളമ്മയായിരിക്കും അല്ലെ. ഇത് അച്ഛനാണെന്ന് പറഞ്ഞു, അപ്പൊ ഇതാരായിരിക്കും, മദർ ആയിരിക്കും അല്ലെ. ഇത് ഫാദർ ആണെങ്കിൽ ഇത് മദർ. സോ നമ്മൾ കണക്ട് ചെയ്തു അല്ലെ. ഇനി നോക്ക്, ഇനി ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ. അപ്പൊ ബി എന്ന് പറയുന്നത് ഈക്ക് ആരായിരിക്കും, എന്താണ്, അതായത് നമ്മൾ എന്ത് പറയും, ഇവർ തമ്മിലുള്ള റിലേഷൻ. ബി എന്ന് പറയുന്നത് സിസ്റ്റർ ഇൻ ലോ ആണെങ്കിൽ ഈ ബിക്ക് എന്തായിരിക്കും, ബ്രദർ ഇൻ ലോ ആണ്. കാരണം ഇത് ബ്രദർ ആണ് അല്ലെ, എയുടെ ബ്രദർ ആണ്. അതുകൊണ്ട് തിരിച്ച് ഒരാൾ സിസ്റ്റർ ഇൻ ലോയും ഒരാൾ എന്ത് ചെയ്യും, മീൻസ് ഇൻലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് പോയി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ മൊത്തം നമ്മൾ എന്ത് പറയും, മീൻസ് ആ സ്പൗസിനെ നമ്മൾ എന്തായിരിക്കും പറയാ, അവരുടെ വീട്ടുകാരെ എല്ലാം നമ്മൾ ഇൻലോസ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇല്ലോ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കേസ്, ഇപ്പൊ നമുക്ക് ബി എന്ന് പറയുന്നത് ഇക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സിസ്റ്റർ ഇൻ ലോ ആണ്. എന്നാൽ ഇ എന്ന് പറയുന്നത് ബിക്ക് ആരാണ്, ബ്രദർ ഇൻ ലോ ആണ്. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? എന്നിട്ട് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ ചെയ്തതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോന്ന് പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ബാക്കി നമ്മൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ സ്ക്രീൻഷോട്ട് അയക്കുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റാങ്കിങ്ങിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും. സോ അതെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ സ്ക്വയേഴ്സും ക്യൂബ്സും എല്ലാവരും പഠിച്ചായിരുന്നോ? പറഞ്ഞേ, സ്ക്വയേഴ്സും ക്യൂബ്സും എല്ലാവരും പഠിച്ചോ?
ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നിങ്ങള് ക്യൂബ്സ് അതുപോലെ തന്നെ സ്ക്വയേഴ്സ് പഠിക്കുക. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പഠിച്ചതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇനി ഇത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ക്വസ്റ്റ്യൻ അയച്ച് മെസ്സേജ് അയച്ചാലും മതി. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ ഓക്കെ. താങ്ക് യു കേട്ടോ. ഓക്കെ. താങ്ക് യു.